ഇന്ത്യയിൽ നിന്നുള്ള തൊഴിലാളി റിക്രൂട്ട്മെന്റ് കൂടുതൽ സുതാര്യവും കാര്യക്ഷമവുമാക്കാൻ ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ചതാണ് ഇ മൈഗ്രേഷൻ സംവിധാനം. എന്നാൽ 3 മാസം മുമ്പ് നിലവിൽ വന്ന ഇ മൈഗ്രേഷൻ സംവിധാനം താളപ്പിഴകളുടെ കൂത്തരങ്ങായി മാറിയതോടെ ഇന്ത്യയിൽ നിന്നുള്ള തൊഴിലാളി റിക്രൂട്ട്മെന്റ് തന്നെ അവതാളത്തിലായിരിക്കുകയാണ്. ഇന്ത്യയിൽ നിന്നുള്ള തൊഴിലാളി റിക്രൂട്ട്മെന്റ് കാര്യക്ഷമവും സുതാര്യവുമാക്കാൻ ലക്ഷ്യമിട്ടാണ് കേന്ദ്ര സർക്കാർ ഇ മൈഗ്രേഷൻ സംവിധാനം ആരംഭിച്ചത്. എന്നാൽ നടത്തിപ്പിലെ പാകപ്പിഴകൾ മൂലം ഇ മൈഗ്രേഷൻ സംവിധാനം തിരിച്ചടിക്കുന്ന കാഴ്ചയാണ് ഗൾഫിൽ കാണുന്നത്. എമിഗ്രേഷൻ ക്ലിയറൻസ് ആവശ്യമായ ജോലികളിലേക്കുള്ള റിക്രൂട്ട്മെന്റ് പൂർണ്ണമായും സ്തംഭിച്ച അവസ്ഥയിലാണ്. ഓൺലൈൻ രജിസ്ട്രേഷനെ ചൊല്ലിയുള്ള ആശയക്കുഴപ്പങ്ങളാണ് തൊഴിലാളികൾക്ക് ഗുണം ചെയ്യുമെന്ന് കരുതിയ പുതിയ സംവിധാനത്തിന് പാരയായിരിക്കുന്നത്. ഇ മൈഗ്രേറ്റ് സംവിധാനം അനുസരിച്ച് തൊഴിലുടമ എംബസിയിൽ രജിസ്റ്റർ ചെയ്യണം. രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കിയാൽ യൂസർ ഐഡിയും തുടർന്ന് 24 മണിക്കൂറിനകം പാസ്വേഡും ലഭ്യമാക്കുമെന്നാണ് ഔദ്യോഗിക വിശദീകരണം. എന്നാൽ 24 മണിക്കൂർ കൊണ്ട് ലഭിക്കേണ്ട പാസ്വേഡ് ലഭിക്കാൻ 24 ദിവസം വരെ എടുക്കുന്നു എന്നാണ് തൊഴിലുടമകളുടെ പരാതി. ഓഗസ്റ്റ് 3-ാം തീയതി ആപ്ലിക്കേഷൻ ചെയ്തു, രജിസ്റ്റർ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഈ ദിവസം വരെ ഈ പ്രോബ്ലം സോൾവ് ആയിട്ടില്ല. നമ്മൾ എടുത്തിട്ടുള്ള വിസ അത് എക്സ്പയറി ആകാൻ വേണ്ടി പോകുന്നു. ഒറിജിനൽ വിസ ഇവരുടെ തന്നെ സർട്ടിഫിക്കറ്റ് പ്രകാരമുള്ള പ്രൊസീജിയറിന്റെ ഭാഗമായിട്ട് നാട്ടിലാണുള്ളത്. ഇങ്ങനെ പലവിധ പ്രശ്നങ്ങളിൽ പെട്ട് ഉഴന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ. ഓൺലൈൻ രജിസ്ട്രേഷൻ സംവിധാനത്തിലെ പാകപ്പിഴകൾ മൂലം 3 മാസമായി റിക്രൂട്ട്മെന്റ് മുടങ്ങിക്കിടക്കുകയാണ്. തൊഴിലാളി റിക്രൂട്ട്മെന്റിനുള്ള അപേക്ഷകൾ എംബസികളിലും കോൺസുലേറ്റുകളിലും എത്തുന്നുണ്ടെങ്കിലും തുടർ നടപടികൾ കാര്യക്ഷമമാകുന്നില്ല. തൊഴിൽദാതാക്കളുടെ ചോദ്യത്തിന് കൃത്യമായ മറുപടി നൽകാൻ പോലും ബന്ധപ്പെട്ടവർക്ക് സാധിക്കുന്നില്ല. ഗൾഫ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന മലയാളികളടക്കമുള്ള ചെറുകിട വ്യവസായികളെയാണ് ഈ പ്രതിസന്ധി ഏറ്റവും ദോഷകരമായി ബാധിച്ചിരിക്കുന്നത്. ഇതുമൂലം ഉദ്യോഗാർത്ഥികളുടെ അവസരം നഷ്ടപ്പെടുന്നു എന്ന് മാത്രമല്ല, കമ്പനികളുടെ പ്രവർത്തനവും അവതാളത്തിലാവുകയാണ്. കേരളത്തിൽ നിന്ന് മരപ്പണിക്കാരെ റിക്രൂട്ട് ചെയ്യാൻ ശ്രമിക്കുന്ന സന്തോഷിന്റെ അനുഭവം തന്നെ ഉദാഹരണം. 2 കമ്പനികളിലേക്ക് രജിസ്ട്രേഷന് അനുമതി തേടിയ സന്തോഷിന് ഇതുവരെയും പാസ്വേഡ് ലഭിച്ചിട്ടില്ല. പ്രശ്നപരിഹാരത്തിനായി വിദേശകാര്യ മന്ത്രാലയത്തെയും കോൺസുലേറ്റിനെയും സമീപിച്ചെങ്കിലും ഫലമുണ്ടായില്ല. ഈ ഒരു ഇഷ്യൂ നമ്മൾ അവർ നിങ്ങളുടെ കോൺസുലേറ്റിൽ ബന്ധപ്പെടുമെന്ന് പറഞ്ഞ് ഒരു ഇമെയിൽ അയക്കുകയും ആ ഇമെയിലിൻ്റെ കോപ്പിയുമായിട്ട് നമ്മൾ കോൺസുലേറ്റിൽ ചെല്ലുമ്പോൾ അവിടെ ഇരുമ്പ് ഗേറ്റിനുള്ള നിങ്ങൾക്ക് പോകാൻ പറ്റില്ല, നിങ്ങൾ മെയിൽ അയക്കും എന്ന് പറഞ്ഞിട്ട് തിരിച്ചയക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യൻ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയാണോ ഈ കോൺസുലേറ്റ് ഞങ്ങളെ സഹായിക്കാൻ വേണ്ടിയാണോ എന്നൊരു ന്യായമായ സംശയം ഉണ്ടാകുന്നുണ്ട്. ഹൗസ് മെയ്ഡ് വിസയിൽ നാട്ടിൽ നിന്ന് വീട്ടുജോലിക്കാരെ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന മലയാളി കുടുംബങ്ങളും ഇ മൈഗ്രേഷൻ സംവിധാനത്തിലെ പാകപ്പിഴകളുടെ ഇരകളാണ്. നടപടിക്രമങ്ങൾ അനന്തമായി നീണ്ടുപോകുന്നതിനാൽ ജോലിക്കാർക്കെടുത്ത വിസയുടെ കാലാവധി കഴിയുന്ന സാഹചര്യങ്ങളും ഉണ്ടാകുന്നു. കൗൺസിലേറ്റിൽ പോകാനുണ്ട്, അതിനുശേഷം എമിഗ്രേഷനിൽ പോകണം. വിസ കിട്ടിയതിന് ശേഷം നമ്മൾ ഇവിടെ പല ഓഫീസുകളിൽ നിന്നായിട്ട് നമുക്ക് പല സ്ഥലങ്ങളിൽ നിന്നുള്ള സ്റ്റാമ്പുകൾ കിട്ടാനുണ്ട്. അങ്ങനെ പല സ്ഥലങ്ങളിൽ പോയി സ്റ്റാമ്പുകളും എല്ലാം നമ്മൾ മേടിച്ചു. ഇതെല്ലാം നോർമൽ രീതിയിൽ ഒരു ഹൗസ് മെയ്ഡിനെ കൊണ്ടുവരാൻ നമ്മുടെ ഗവൺമെന്റ് അനുശാസിക്കുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഗൾഫിലെ ജോലിക്കായി നാട്ടിലുണ്ടായിരുന്ന തൊഴിൽ ഉപേക്ഷിച്ച ഒട്ടേറെ ആളുകളും ഇ മൈഗ്രേഷനിൽ കുടുങ്ങി കിടക്കുകയാണ്. പരാതികൾ വ്യാപകമായതിനെ തുടർന്ന് വിദേശകാര്യ വകുപ്പ് ഇ മൈഗ്രേഷൻ സംവിധാനത്തിൽ ചില മാറ്റങ്ങൾ വരുത്തിയെങ്കിലും കാതലായ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടിട്ടില്ല. എമിഗ്രേഷൻ ക്ലിയറൻസിന് ഉദ്യോഗാർത്ഥി നേരിട്ട് ഹാജരാകണമെന്ന വ്യവസ്ഥയിലാണ് പ്രധാനമായും ഇളവ് വരുത്തിയത്. ജോബ് ഐ ഡി എത്രയും വേഗം ലഭ്യമാക്കാൻ സൗകര്യമുണ്ടാക്കുകയും ചെയ്യും. തൊഴിലാളിക്കും തൊഴിലുടമയ്ക്കും ഏറെ ഉപകാരപ്രദമാകേണ്ട സംവിധാനം നടത്തിപ്പിലെ പാളിച്ചകൾ കൊണ്ട് ഉദ്യോഗാർത്ഥികളുടെ തൊഴിൽ സാധ്യതകളെ തന്നെ ബാധിക്കുന്ന തരത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. പാളിച്ചകൾ പരിഹരിച്ച് ഇ മൈഗ്രേഷൻ സംവിധാനം സർക്കാർ കാര്യക്ഷമമായി തന്നെ നടപ്പാക്കുമെന്ന പ്രതീക്ഷയിലാണ് പ്രവാസി വ്യവസായികളും തൊഴിലാളികളും. പ്ലാസ്റ്റിക്കിനെതിരായ ഒറ്റയാൾ പോരാട്ടം കാണാം ഇടവേളയ്ക്ക് ശേഷം.